ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇ ടി. ഇന്ന് നമുക്ക് സ്പീക്കിംഗ് പഠിച്ചാലോ? സ്പീക്കിങ്ങിൽ നമുക്കറിയാം, സ്പീക്കിംഗ് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും കുറച്ച് ക്രൈറ്റീരിയാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ആ ബി സ്കോർ കിട്ടുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൾട്ടാണ്. സോ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ്, എന്തൊക്കെയാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ആ ക്രൈറ്റീരിയയിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു ഭാഗമാണ് എംപത്തറ്റിക് ഫ്രേസസ്. എംപത്തറ്റിക് ഫ്രേസസിന് നമ്മൾക്ക് നല്ലൊരു ബി സ്കോർ നേടിത്തരാനായിട്ട് സാധിക്കും. ബി സ്കോർ തുടങ്ങുന്നത് 350 സ്കോറാണ്, പക്ഷേ അതിലും മേലെ കിട്ടുവാനായിട്ട് നമ്മൾക്ക് എംപത്തറ്റിക് ഫ്രേസസ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 10 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എംപത്തറ്റിക് ഫ്രേസസ് ആണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എംപത്തറ്റിക് ഫ്രേസസ് ഒട്ടും സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, I understand it is challenging for you to cope up with this situation. It's a reasonable reaction. സോ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് അത് ദേഷ്യപ്പെട്ടിട്ടാവട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു സജഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി ലേറ്റായി, സോ പേഷ്യൻ്റ് ഈസ് വെരി ആങ്ക്രി വിത്ത് യു. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ബെഡ് സൈഡിലേക്ക് ചെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ പേഷ്യൻ്റായിട്ടുള്ളൊരു കോൺവെർസേഷൻ്റെ സമയത്ത് പേഷ്യൻ്റ് അജിറ്റേറ്റഡ് ആവുകയാണ്, അഗ്രസീവ് ആവുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ആകുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഒരു എംപത്തറ്റിക് ഫ്രേസായിട്ട്, ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് നമ്മൾക്ക് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് ചലഞ്ചിങ് ഫോർ യു ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് സിറ്റുവേഷൻ. ഇറ്റ്സ് എ റീസണബിൾ റിയാക്ഷൻ. അത് വളരെയധികം റീസണബിൾ ആണ് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ ദിസ് സെൻറ്റൻസ് വിൽ മേക്ക് ദ പേഷ്യൻറ്റ് ഹാപ്പി ആൻഡ് ടു ബി എംപത്തറ്റിക്. സോ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പേഷ്യൻറ്റിന് കിട്ടുമ്പോൾ പേഷ്യൻ്റ് ഒന്നുകൂടെ കൂടി റീഅഷ്വർ ആകും, പേഷ്യൻറ്റിനൊരു ഹോപ്പ് കിട്ടും. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഹെൽപ്പ് യു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. എംപത്തറ്റിക് ഫ്രേസാണ് നമ്മൾ പഠിക്കുന്നത്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് വറിയിങ് ഫോർ യു. ഓക്കെ, അതൊരു സിമ്പിളായിട്ടുള്ളൊരു എംപത്തറ്റിക് ഫ്രേസാണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം പവർഫുള്ളുമാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് പേഷ്യൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മളിലേക്ക് അടുപ്പിക്കാനായിട്ട്, ഓക്കെ, ഒരു ഹാപ്പിനെസ് കൊടുക്കാനായിട്ട് വളരെയധികം സഹായിക്കും. വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് വറിയിങ് ഫോർ യു. ഇത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോ വി വിൽ മൂവ് ടു ദ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എംപത്തറ്റിക് ഫ്രേസ് തേർഡ്. I completely understand that it must be very difficult for you. It must be overwhelming. See, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ പറയുന്നുണ്ട്. It must be very difficult for you. It must be overwhelming. ഓവർവെമിങ് ഒക്കെ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ കൂടി ഞാനത് പറയാം. ഐ റിപ്പീറ്റ്, ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി വെരി ഡിഫിക്കൾട്ട് ഫോർ യു. ഇറ്റ് മസ്റ്റ് ബി ഓവർവെമിങ് ഫോർ യു. സോ വി ലേൺഡ് 3 സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എംപത്തറ്റിക് ഫ്രേസസ്. സോ ഐ തിങ്ക് ദിസ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. സോ മൂവിങ് ടു ഫോർത്ത് വൺ. ഓ, ഇറ്റ്സ് എ പിറ്റി ടു ഹിയർ ദാറ്റ്. സി, ആ ഒരു ഫ്രേസ് വളരെ നമ്മൾക്കൊരു മാർക്ക് കൂട്ടിത്തരുന്ന ഒരു ഫ്രേസാണ്. ഓ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റൊക്കെ, ഇങ്ങനെയുള്ള ആ ഒരു വോയിസൊക്കെ ഉണ്ടല്ലോ, നമ്മൾക്ക് ഇംഗ്ലീഷുകാർ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടൊപ്പം ആ ഒരു വോയിസും കൂടെ കൂടി നമ്മൾ ചേർക്കുകയാണ്. ഓ, ഇറ്റ്സ് എ പിറ്റി ടു ഹിയർ ദാറ്റ്. സോ ദിസ് ഈസ് ഓൾസോ ആൻ എംപത്തറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. സോ വി വിൽ മൂവ് ടു ദ ഫിഫ്ത്ത് വൺ. ഐ ക്യാൻ സെൻസ് ദാറ്റ് must have been hard or challenging for you. Okay, this situation will be challenging for you. This statement means that, I can sense that must have been hard or challenging for you. So this situation will be challenging for you. A very good statement, empathetic phrase. So I hope you understand regarding the fifth one. Okay, then we are moving to the sixth one. I understand your reluctance. It's not unusual for people to react in this way. See, whenever the patient is very much reluctant and he is not at all or she is not at all hearing you, and he is angry with you or she is angry with you, you can use this phrase. I understand your reluctance.
It's not unusual for people to react in this way. So that is the 7th one. I hope you understand this. I'm moving to the 8th one. I'm sorry that your pain is so high. All right, so the patient is complaining you that he has or she has severe pain. You can ask definitely the pain score. Based on the pain score, you understand that the patient has severe pain. So give this empathetic phrase. I'm sorry that your pain is so high. I understood that your pain is so high. I'm really sorry for that. See how polite this phrase. So you can use this. Next one, 9th. I can see why you have this concern. If I were you, I would react in the same way. See, this statement, every time we are using the, very repeated statement and very useful statement. I can see why you have this concern. If I were you, I would have react in the same way. So, if we are in the, place of that patient, we will also react in the same way. We are accepting the patient pain or patient aggressiveness or whatever it is. We are accepting him. Next one, the last one, 10th one. See, we are just appreciating the patient by giving empathetic phrase. I appreciate that this is very difficult or frightening for you. See, we are accepting the patient's situation, patient's difficulty by providing one empathetic phrase. I repeat, I appreciate that this is very difficult or frightening for you. So today we learned 10 empathetic phrases and definitely it is useful for you. So you can note it down and you can learn it. So whenever you speak, you can use this phrase. പക്ഷേ നമ്മൾക്ക് എപ്പോഴും no need to use these all 10 phrases. You can just have 2 or 3 statement from this. ഏതാണ് ഈസി ആയിട്ടുള്ളത്? ഒരു 2-3 സ്റ്റേറ്റ്മെൻറ്റ് നമ്മളൊന്ന് ഫെമിലിയർ ആക്കി വെക്കുക. Then you can use that statement. So we have 2 speaking section, 2 speaking role play card in exam. So in each speaking section, you can use 2 or 3 empathetic phrases. So totally you can use 6 empathetic phrases from these 10 empathetic phrases. So I hope this class will be very useful for you. So learn these empathetic phrases. Empathetic phrase has a huge impact on your speaking score. So if you use these empathetic phrases correctly, you will get more than 370. I assure you that. So learn this and use this. നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. So bye.